നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഒരു പ്രശസ്ത പിന്നണി ഗായികയാണ്. തെലുങ്കിലാണ് കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലെല്ലാം ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് നൽകിയ ഒരു വ്യക്തി കൂടാണ്. മറ്റാരുമല്ല, ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ എല്ലാം സ്വന്തം ഗംഗ. നമസ്കാരം ഗംഗ. നമസ്കാരം. ഒരുപാട് നാളായി അല്ലേ കണ്ടിട്ട്? വർഷങ്ങളായി. കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, ഇങ്ങനെ പോണു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളം ചാനലിൽ വീണ്ടും വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇന്നിവിടെ ഇങ്ങനൊരു അവസരം തന്നതിന് പ്രത്യേകം അമൃത ടിവിക്ക് നന്ദി പറയണം. MG സാറിനും നന്ദി. പാടാം നേടാം എന്ന ഈ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോസ് കുറെ നടക്കുന്നുണ്ട്. അതൊക്കെ ഈ ചെറുപ്പക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇല്ല? നമുക്ക് തോന്നും ഈ കുറെ പേർക്ക് അവരെ ചെറുപ്പകാലത്ത് പാടാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്ക് ലൈം ലൈറ്റിൽ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇന്ന് അവർക്കൊരു വേദി. അതുപോലെ ഒരുപാട് നല്ല നല്ല വിവിധ തരത്തിലുള്ള എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഷോസ് ആണ് അമൃത TV എന്നും നമ്മളുടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിലൊന്നാണിത്. അതെ, സന്തോഷം. എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു യുഗ്മഗാനവും. അയ്യോ, അതെന്റെ ഒരു ഭാഗ്യമാണ്. സിനിമയിൽ പാടാൻ പറ്റിയിട്ടില്ല ഒന്നിച്ച്. ഇന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തകർക്കും. ഓക്കെ, സന്തോഷം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇന്ന് നമുക്കായി ഗാനങ്ങൾ ആലപിക്കാൻ എത്തുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വില്യംസ് ആണ്. പഴയ ഗാനങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം സൂപ്പറായിരുന്നു. ഞാനിവിടെ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, കിഷോർ കുമാർ, മുഹമ്മദ് റാഫി അവരൊക്കെ പാടി വെച്ച പാട്ടുകൾ അദ്ദേഹം അവരെങ്ങനെയാണോ പാടിയിരിക്കുന്ന ഡിക്റ്റോ റെക്കോർഡ് പോലാണ് അദ്ദേഹം ഇവിടെ വന്ന് ആലപിച്ചത്. ഇന്ന് ഏറെ സ്നേഹത്തോടെ വീണ്ടും വില്യംസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വില്യംസ് ഫ്രം ഫോർട്ട് കൊച്ചി. വില്യംസ്, സുഖമാണോ? സുഖം തന്നെ. അല്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, കാരണം വില്യംസ് എന്ന ഒരു ഗായകൻ ഇവിടെ വന്ന് കുറച്ച് പാട്ടുകളൊക്കെ പാടി, അദ്ദേഹം എങ്ങനെ ഇങ്ങനെ പാടുന്നു? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, കാരണം ഞാനും ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ വില്യംസ്, ആദ്യ ഗാനം ഏതാണ് ഇന്ന് ആദ്യമായിട്ട് പാടാൻ പോണ പാട്ട്? ആദ്യമായിട്ട് പാടാൻ പോകുന്നത് ചൗധരി കെ ചാന്ദ് എന്ന ഗാനം. അപ്പോൾ ഗെറ്റ് റെഡി. ഓക്കെ, ഗുഡ് ലക്ക്. चौदहवें का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदहवें का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदहवें का चांद हो. जुल्फे है जैसे कांधों पे बादल झुके हुए, आँखें है जैसे मैं के प्याले भरे हुए, मस्ती है जिसमें प्यार की तुम वो शराब हो. चौदहवें का चांद हो. चेहरा है जैसे झील में हंसता हुआ
के साज पे छेड़ी हुई गजल, जाने बहार तुम किसी शायर का ख्वाब हो, चौदहवें का चांद हो। होठों पे खेलती है तबस्सुम की बिजलियाँ, सजदे तुम्हारी राह में करती है कहकशा। दुनिया ये हुस्न इश्क का तुम ही शबाब हो, चौदहवें का चांद हो या आफताब हो, जो भी हो तुम खुदा के कसम लाजवाब हो, चौदहवें का चांद हो। ആഹാ സബർ സബർ സബർ. താങ്ക് യു. എത്ര സുന്ദരം, എത്ര മനോഹരം, എന്തൊരു കമ്പോസിഷൻ അല്ലേ, എന്തൊരു കമ്പോസിഷൻ. റാഫി സാറിൻ്റെ ആലാപനം, അതൊക്കെ ശരിക്കും വില്യംസ് പാടിയപ്പോഴത്തേക്ക് ആ കാലഘട്ടം നമുക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ആ പാട്ടുകൾ ഇങ്ങനെ ഞാനൊക്കെ കുട്ടിക്കാലത്താണ് ഈ പാട്ട് കേൾക്കുന്നത്. എൻ്റെയൊക്കെ സംഗീതത്തിൽ മുമ്പോട്ടുള്ള വളർന്നു വരുന്ന യാത്രയ്ക്ക് ഈ പാട്ടുകളൊക്കെ ഏറെ സഹായിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതൊക്കെ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഇൻസ്പിറേഷൻസ് ഉണ്ടാകുന്നത് ഈ പാട്ട് പാടാൻ. വില്യംസ് പാടിയപ്പോഴത്തേക്ക് സത്യം റാഫി സാബിന്റെ അതേ ആ ടോണും ബാക്കി ഞാനതാ വിചാരിച്ചോണ്ടിരുന്നത്. സത്യം പറഞ്ഞാ ഈ പാട്ടിൽ ഒരുപാട് ഉറുദു വാക്കുകളുണ്ടല്ലോ, അപ്പൊ അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ കുറേ ഹിന്ദി പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെട്രോ ഷോസ് ഒക്കെ. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് അനുഭവം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സിംഗേഴ്സായിട്ട് ഇടപഴകാനൊക്കെ അവസരം കിട്ടുമ്പോൾ അവർ ഇങ്ങനത്തെ ഉറുദു വാക്കുകൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം നമുക്ക് ഒന്നുകൂടി ഹെൽപ്പ് ചെയ്ത്, ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് പ്രൊനൗൺസ് ചെയ്യുമായിരുന്നു. ഈ ഹാ എന്നുള്ള വാക്ക്, പിന്നെ ഗസൽ, അത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ വില്യം ചേട്ടൻ്റെ ആ ഒരു പ്രൊനൗൺസിയേഷൻ റിയലി അയ്യോ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. പ്രൊനൗൺസിയേഷനും അതെ, ശബ്ദം എല്ലാം കൊണ്ടും കണ്ണടച്ച് കേട്ടാൽ നല്ലൊരു ഒറിജിനൽ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു.